ജ്യോതിപകം ജീവദായകം ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഡിവൈൻ വോയിസ് എന്ന ഈ വചന പ്രഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് പ്രത്യേകമായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകിച്ചൊന്ന് കരങ്ങളൊക്കെ ഒന്ന് കൂപ്പി കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഖ്യങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് ചരിത്രവും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, കർത്താവും നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പം പരാജയപ്പെടാത്തൊരു കാര്യം മാത്രമേ ലോകത്തുള്ളത് വചനമാണ്. പ്രത്യേകിച്ച് ഈ വചനത്തിൽ നമ്മളായിരിക്കുമ്പോൾ, വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവ്, ബലഹീനതകളുണ്ടെങ്കിൽ കർത്താവ് അത് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതകളുണ്ട്. നമ്മുടെ സ്വഭാവത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിശുദ്ധിയിലാകാം, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ്, അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത, ചില ദുശീലങ്ങളാകാം, അല്ലെങ്കിൽ മൊബൈലാകാം, അല്ലെങ്കിൽ ചില സംസാരങ്ങളാകും, അല്ലെങ്കിൽ ചില ഭാഷകളാകും. ഇങ്ങനെ ചില അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ അടിമത്തങ്ങളൊക്കെ എടുത്തു മാറ്റി കർത്താവെ ഞങ്ങളെ ഒന്ന് സ്വതന്ത്രരാക്കുക, ആത്മാവിൽ സ്വതന്ത്രരാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വചനം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, കാതുകളെ ഒന്ന് ഒരുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ, നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നുവോ ആ സാഹചര്യത്തെ ഒന്ന് ഒരുക്കി വയ്ക്കാം. കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിൻ്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ വചനഭാഗത്തിലൂടെ കടന്നു പോകുന്നത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. വാഗ്ദാനവും വിശ്വാസവും എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഇതിൽ സംസാരിക്കുക. ഈ വചനഭാഗം ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും. എന്തെന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ്, നിയമമില്ലാത്തിടത്ത് ലംഘനമില്ല. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് അവൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുൻപിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം പൗലോസ്ലീഹ അബ്രാഹത്തെക്കുറിച്ച് റോമാക്കാരോട് പറയുന്നതാണ്. അബ്രാഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പ്രതീക്ഷയില്ലാത്ത കാര്യമാണിട്ട് പോലും അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നുള്ള. 100 വയസ്സായി അവൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, സാറായ്ക്കും ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. പക്ഷേ എന്നാലും അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതാണ് അബ്രാഹത്തിൻ്റെ ഏറ്റവും വലിയ ദൈവ സമർപ്പണം എന്ന് പൗലോസ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വചനം ഇങ്ങനെയാണല്ലോ: അനേകം ജനതകളുടെ പിതാവാകുമെന്ന്
പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് അവനെ ഓർമ്മ, മണൽത്തരി പോലെ, കടലിലെ മണൽത്തരി പോലെ നിനക്ക് സന്തതികളുണ്ടാകുന്നു, ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ സന്തതികളുണ്ടാകുന്നൊക്കെ പറഞ്ഞ് 100 വയസ്സ് കഴിഞ്ഞിട്ടും മക്കളുണ്ടാകാതിരിക്കുന്ന ഒരു സമയം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധാരണഗതിയിൽ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യനെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇനി നിറവേറാൻ ഒരു സാധ്യതയില്ലാത്ത സമയമാണല്ലോ എന്ന് പറയുന്ന സമയത്താണ് കർത്താവ് അവന് സന്തതി നൽകുന്നത്. അവൻ്റെ സന്തതി എന്ന് പറയുന്നത് ഇസഹാക്ക് മാത്രമല്ല, അവൻ്റെ സന്തതി എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന്. അതായത് കർത്താവ് പറഞ്ഞ അതേ വാഗ്ദാനം കരയിലെ മണൽത്തരി പോലെ തന്നെ വിശ്വാസത്തിലൂടെ കടന്നുപോയി എത്രയോ അനേകം കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ ലോകത്തുള്ളത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും അബ്രാഹത്തിൻ്റെ സന്തതികളായിട്ട് മാറി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എണ്ണം പിടിക്കാനാവാത്ത അത്രയും ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അബ്രാഹത്തിൻ്റെ സന്തതികളായി മാറി. അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം കൃത്യമായിട്ട് നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇതുതന്നെയാണ്. വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുക എന്ന് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ തന്നെ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. നിങ്ങൾ ശരിക്കും വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നതല്ലാണ്. ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും അല്ലെങ്കിൽ അടുത്തൊരു കുമ്പസാരത്തിന് മുമ്പെങ്കിലും നമ്മൾ ചെയ്യുന്നതല്ലാണ്. നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചെറുപ്പം മുതലേ എത്രയോ വിശ്വാസ സത്യങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്നു. പല പ്രായത്തിലും നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള വിശ്വാസങ്ങൾ നമുക്ക് ബോധ്യങ്ങളായിട്ട് വരുന്നു, ചിലവർക്ക് അനുഭവങ്ങളായിട്ട് വരുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട്, വിശ്വാസ സത്യങ്ങളിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതൊന്ന് പരീക്ഷിച്ചറിയുന്ന നല്ലതാണെന്ന് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാരോട് പറയുന്നത് പോലെ തന്നെ നമ്മളോടും പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെക്കുറിച്ചൊന്ന് വാല്യുവേഷൻ നടത്തുന്നതാണ്. നമ്മളെക്കുറിച്ചൊരു അളവുകോല് നമുക്കുണ്ടാകുന്നതാണ്. എൻ്റെ വിശ്വാസം എത്ര ശതമാനത്തിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം എപ്രകാരമാണുള്ളത്, എൻ്റെ വിശ്വാസം കർത്താവുമായിട്ടുള്ള എൻ്റെ വിശ്വാസം എപ്രകാരമായിട്ടുള്ളത്, കർത്താവിലുള്ള എൻ്റെ വിശ്വാസം എങ്ങനെയാണുള്ളത്. ഈ വിശ്വാസത്തിലൂടെയാണ് വാഗ്ദാനം നൽകപ്പെട്ടതെന്ന് പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ വാഗ്ദാനം ചെയ്യപ്പെട്ട നമ്മൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകിയത്, അത് നമ്മൾ എത്ര വിശ്വാസത്തിലൂടെ കടന്നു പോയിട്ടാണ് അത് സ്വീകരിക്കുന്നതെന്ന് നമ്മളൊന്ന് പരീക്ഷിച്ചറിയുന്നതല്ലാണ്. നമ്മെ തന്നെ ഒന്ന് ടെസ്റ്റ് നടത്തുന്നതല്ലാണ്, നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നതല്ലാണ്. സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്പിരിച്വൽ ഡയറി എന്ന് പറഞ്ഞൊരു ഡയറി ഉണ്ട്. ആ ഡയറിയുടെ പ്രത്യേകത ഇങ്ങനെയാണ്: ഓരോ ദിവസവും ആക്ടിവിറ്റികൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ രേഖപ്പെടുത്തണം. അതിൽ പല ഹെഡിങ്ങുകളുണ്ട്, തലക്കെട്ടുകൾ ഇങ്ങനെയാണ്. ഇന്ന് പരസ്നേഹ പ്രവൃത്തി, അതൊരു ഹെഡിങ്ങാണ്. ധ്യാനിച്ചത് എപ്രകാരം, വചനവായന, വ്യക്തിപരമായ പ്രാർത്ഥന, ഉപവാസം, നോമ്പ്, അങ്ങനെ വിസീത്ത, കർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത കാര്യങ്ങൾ, അതിങ്ങനെ പല തലകെട്ടുകളിലൂടെ ആ ഡയറി ഉണ്ട്. അതിൻ്റെ നേരെ ഓരോ മാസവും ഓരോ ദിവസവും, മാസത്തിലെ ഓരോ ഡേറ്റും ഇട്ട് ഓരോ ദിവസവും 1-ാം തീയതി ഇന്നത് ചെയ്തു, ചെയ്തില്ല, ഇത്ര ശതമാനം ചെയ്തു, ഇത്ര ശതമാനം ചെയ്തില്ല, ഇങ്ങനെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ സെമിനാരി ടൈം ടേബിളിലൊക്കെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു കാര്യം, ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആത്മശോധനയാണ്. ആത്മശോധനയിലൂടെ അന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊരു ആത്മശോധന നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് തുടങ്ങും. ആ വിലയിരുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവമേ, ഞാൻ ഇന്നത്തെ ദിവസം പേഴ്സണൽ പ്രയർ ഇത്തിരി ഉഴപ്പി, വ്യക്തിപരമായ പ്രാർത്ഥന ഇത്തിരി ഉഴപ്പി, അല്ലെങ്കിൽ ദൈവവചനം വായിക്കാനായിട്ട് എനിക്ക് ഇത്തിരി സാധിച്ചില്ല, ആത്മീയ പാരായണത്തിൽ എനിക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് നിറവേറ്റാൻ സാധിക്കില്ല, പഠിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഉഴപ്പി. അപ്പം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്ന ഓരോ ദിവസവും കടന്നു പോയിട്ടുള്ളൂ സെമിനാരി കാലഘട്ടത്തിൽ. കൂടെ നമ്മളത് സെമിനാരി കാലഘട്ടം ഒരു കൃത്യമായി ചിട്ടയായ ഒരു കാലഘട്ടം കഴിഞ്ഞ് പൗരോഹിത്യത്തിലൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ തിരക്കുള്ളൊരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ചുറ്റിനും തിരക്കാണ്, ശുശ്രൂഷകളായ തിരക്കുകളായി വരുമ്പോൾ ചിലപ്പോഴൊക്കെ കൈവിട്ടുപോയ ഒരു നന്മയാണ് ഈ ആത്മശോധന എന്ന് പറയുന്നത്. പക്ഷേ അത് തിരിച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിച്ചതോടുകൂടി ഞങ്ങൾ കുറച്ച് യുവാക്കളും ഞാനും എല്ലാവരും, കുറേ വൈദികരും എല്ലാവരും ചേർന്ന് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആത്മശോധനയിലൂടെ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും ആത്മശോധന നടത്തും ഞങ്ങളെല്ലാവരും. അങ്ങനെ ഒരു ദിവസത്തെ പ്രവൃത്തിയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിലയിരുത്തും. എൻ്റെ പ്രലോഭനങ്ങൾ എന്തൊക്കെയായിരുന്നു, എൻ്റെ വീഴ്ചകൾ, ബലഹീനതകൾ. അപ്പോൾ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്
നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുന്നത് നല്ലതാണെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വചന സന്ദേശത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊന്ന് പരീക്ഷിച്ചറിയാനായിട്ട്, എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചാലോ. 3 തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3 തരത്തിലുള്ള വിശ്വാസം. ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് ക്യാപ്പച്ചീനോ ഫെയ്ത്ത്, ഒരു ചായക്കട വിശ്വാസം. ഒരു ചായക്കട വിശ്വാസം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചായക്കടയിലൊക്കെ പോയി എന്താണ് ചെയ്യുക? ചായ കുടിക്കുന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നാട്ടുവർത്താനമൊക്കെ പറയും. പണ്ടത്തെ ചായക്കടകളൊക്കെ നമുക്കറിയാം, ഒരു നാട്ടുവർത്താനങ്ങളൊക്കെ പറയുന്നു, ന്യൂസ് പേപ്പറൊക്കെ അവിടെ ഇട്ടായിട്ട് വായിക്കുക, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്, ഒരു ചെറിയൊരു സൗഹൃദം പരസ്പരം ഉണ്ടെങ്കിലും അന്നത്തെ ആ ദിവസത്തെക്കുറിച്ചുള്ള വിലയിരുത്തലൊക്കെ ആ ചായക്കടയിൽ വെച്ച് നടത്തും. പക്ഷേ ഈ ചായക്കടക്കാരനായിട്ടോ ചായ കുടിക്കുന്ന വ്യക്തിയായിട്ടോ വലിയ ആത്മബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ എല്ലാ ദിവസവും അവിടെ ചായ കുടിക്കാൻ വരുന്നു, വിശേഷങ്ങൾ അറിയുന്നു, പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു ചായക്കട വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവായിട്ടോ കർത്താവിൻ്റെ ശുശ്രൂഷകരായിട്ടോ കർത്താവിൻ്റെ കൂദാശകളായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ചായക്കട വിശ്വാസത്തിൽ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന പല കാര്യങ്ങളാണ്. എന്തിനാണ് കുമ്പസാരം? ഞാൻ കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ പോലെ എന്നൊരു ന്യായീകരണം കേൾക്കാൻ സാധിക്കും. എന്തിനാണ് വിശുദ്ധ ബലിയിലേക്ക് ഞാൻ പങ്കെടുക്കുന്നത്? കർത്താവ് ഒരിക്കൽ മാത്രമല്ലേ കാൽവരിയിൽ ബലി അർപ്പിച്ചിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്? കർത്താവ് നമ്മളെയൊക്കെ ആ ബലിയിലൂടെ രക്ഷിച്ചതല്ലേ, പിന്നെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും 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 ബലിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്ത പുലർത്തേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസ്തത പുലർത്തുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എനിക്ക് ഇതര ബന്ധങ്ങളുണ്ടാകാം, ഇതര സ്നേഹബന്ധങ്ങളുണ്ടാകാം, അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പോസിറ്റീവായ സെൻസിലൂടെ എടുക്കാനായിട്ട് സാധിക്കണം. എൻ്റെ മക്കളെന്തിനാണ് ഞാൻ വിശ്വാസ പരിശീലനത്തിന് പങ്കെടുക്കാൻ പറഞ്ഞേക്കേണ്ടത്? അത് അവരുടെ ഇഷ്ടമാണ്. ഏത് വിശ്വാസത്തിലൂടെ കടന്നു പോകണമെന്നും ഏത് വിശ്വാസം സ്വീകരിക്കണമെന്നും അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ എന്നൊക്കെ പറയുന്ന ചില മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം, സഭയ്ക്കൊരു സ്ഥാനമില്ല, തിരുസഭയ്ക്കൊരു സ്ഥാനമില്ല, കർത്താവിനാണ് സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ കർത്താവിനോട് ഞാനും കർത്താവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾ മാത്രമാണ് ഇവിടെ ഉചിതമുള്ളൂ എന്ന് പറയുന്ന ചില വിശ്വാസങ്ങളുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികൾ വിളിക്കുന്ന പേരാണ് ചായക്കട വിശ്വാസം. അവർക്ക് വേറെ ഒന്നിനെയും കുറിച്ച് ഒരു ബോധേഡല്ല, വേറെ ഒന്നിനെയും കുറിച്ച് അവർ ആകുലരല്ല, ഒന്നിനെയും കുറിച്ച് അവർ പ്രതീക്ഷയുള്ളവരുമല്ല. അവരുടെ കുടുംബത്തെക്കുറിച്ച് പ്രതീക്ഷയില്ല, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷയില്ല. അവർ ജീവിക്കുന്നു, അത് ഞാനും എൻ്റെ സഭ എന്നേക്കാൾ ഉപരി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവർ സംസാരിക്കുമെങ്കിലും ഞാൻ നേരിട്ട് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വിശുദ്ധബലിയിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോഴും കർത്താവുമുള്ള ആത്മബന്ധം അത്ര ദൃഢമായ ആത്മബന്ധമൊന്നുമല്ല. അവർ ന്യായീകരിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഏതാനും മനുഷ്യരാണ്. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവും. ഇവരെ ഒരു ചായക്കട വിശ്വാസികളെന്ന് വിളിക്കാൻ, ക്യാപ്പച്ചീനോ ഫെയ്ത്ത്, വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നവരെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ ജീവിതത്തിലൊരു പ്രത്യേകിച്ച് ഒരു വെല്ലുവിളി ഉണ്ടായെന്ന് വിചാരിക്കുക. ഇവർ ഒരു ജീവിതത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളോട് കടന്നുപോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ സാഹചര്യപരമായോ ഏതെങ്കിലും വെല്ലുവിളികൾ കടന്നുപോയി എന്ന് വിചാരിക്കാം. ഇവരെടുക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും അറിയോ? ഇവർ എങ്ങനെയാണ് ഇതിനൊരു പോംവഴി അതിന് മറികടക്കാനായിട്ട് കണ്ടെത്തുക? മിക്കവാറും സ്വന്തം ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ദുരന്തത്തിലേക്കാണ് ഇവരെത്തുക. അവർ ആ സമയത്ത് പറയുന്ന, ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലൂടെ, അവരുടെ ജീവിതത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ പ്രധാനപ്പെട്ട ചിന്തയാണ്, എനിക്ക് ആരുമില്ല, എന്നെ കേൾക്കാൻ ആരില്ല, എനിക്ക് സംസാരിക്കാനാരില്ല, എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ ഒറ്റപ്പെട്ടവനായിപ്പോയി, ഞാൻ തിരസ്കരിക്കപ്പെട്ടവരായിപ്പോയി, എന്നെ എല്ലാവരും കൂടി കുറ്റാരോപിതനാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് സ്വയം പഴിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ബലിയർപ്പിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ സ്വയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസികളുടെ അവസാനം എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം ഒരു ചായക്കട വിശ്വാസിയാകാനല്ല ഞാനും നിങ്ങളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അത് പൗലോസ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, വിശ്വാസത്തിൽ നിങ്ങൾ വളരണം, ഓരോ പടിപടിയായിട്ട് വളരണം. അത് നിങ്ങൾക്ക് മാമോദിസായിലൂടെ ലഭിച്ച വിശ്വാസം, അത് നിനക്കോ എനിക്കോ ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിലാണ് ആ വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കുന്നത്. എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് എനിക്ക് ആ വിശ്വാസം പകർന്നു തന്നത്. പക്ഷേ അവിടെ നിന്നാൽ പോരാ, നീ സ്വയം നിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ആ വിശ്വാസ സംഹിതയിലൂടെ, വിശ്വാസ പരിശീലനത്തിലൂടെ ഞാൻ എൻ്റെ വിശ്വാസത്തെ വളർത്തി കർത്താവിനെ ദൃഢമായി കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസം അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21:22 വാക്യം ഓർമ്മിക്കുന്നതാണല്ലോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. ഏറ്റവും വിശ്വാസം എന്ന് പറയുന്ന അബ്രാഹത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ പോലെ, പൗലോസിനെ ഓർമ്മപ്പെടുത്തിയ പോലെ, പ്രത്യാശ ഇല്ലാതിട്ട് പോലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യത്തിൽ പോലും നടക്കുമെന്ന് വിചാരിച്ച് ആ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുപോലെ,
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ തരത്തിലുള്ളൊരു വിശ്വാസം അതൊരു നോർമൽ ഫെയ്ത്താണ്, ഒരു സാധാരണ വിശ്വാസം. ഏറ്റവും ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് ക്യാപ്പച്ചിനോ ഫെയ്ത്ത്. രണ്ടാമത്തെ തരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു നോർമൽ ഫെയ്ത്ത്, ഒരു സാധാരണ വിശ്വാസം. ഈ സാധാരണ വിശ്വാസം എന്ന് പറയുന്നതാണ് ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ്, സാധാരണ വിശ്വാസികൾ. ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തണം, കാരണം മറ്റുള്ളവർ അത് കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വിലയിരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തണം. പക്ഷേ രഹസ്യത്തിൽ എൻ്റെ വിശ്വസ്തതയ്ക്ക് കോട്ടം പറ്റിയാലും ആരും അറിയാതിരുന്നാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ വിശുദ്ധ കുമ്പസാരം ആണ്ടിലൊരിക്കലെങ്കിലും നടത്തണമെന്നാണ് തിരുസഭ പഠിപ്പിച്ചിരിക്കുന്നത്. ആണ്ടിലൊരിക്കലെങ്കിലും ഞാൻ കുമ്പസാരിക്കണം. ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ ഞാനൊന്ന് പോയി കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ ഞാൻ ഒന്ന് പോയി കുമ്പസാരിക്കണം. അപ്പോൾ ആണ്ടിലൊരിക്കലെങ്കിലും എനിക്കൊന്ന് കുമ്പസാരിക്കാൻ സാധിക്കും. കുമ്പസാരിക്കുമ്പോൾ ഒരുക്കൊന്നും ഉണ്ടാവണമെന്നില്ല, അന്ന് കുമ്പസാരിച്ചാൽ മതി. ചിലപ്പോൾ കുർബാന സ്വീകരണത്തിൽ പഠിച്ച അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞ അതേ പാപങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും ഏറ്റു പറയുന്നുണ്ടാകുക. അപ്പോൾ ആണ്ടിലൊരിക്കലെങ്കിലും എനിക്ക് കുമ്പസാരിച്ചാൽ അത് മതി, ധാരാളം എന്ന് സഭ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സഭ പഠിപ്പിക്കുന്നത് ആണ്ടിലൊരിക്കലെങ്കിലും, മകനെ നീ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ചോളൂ എന്നുള്ളത്. ആണ്ടിലൊരിക്കൽ മാത്രമേ കുമ്പസാരിക്കൂ എന്നുള്ളതല്ല. പാപം ചെയ്തു എന്ന് നിനക്ക് തോന്നുമ്പോൾ ഉടനെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ നമുക്ക് സാധിക്കണമെന്നാണ് സഭ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കണം. രണ്ടാമത് വിശുദ്ധ കുർബാന ഞായറാഴ്ചയെങ്കിലും കാണണം. അതിപ്പോൾ തുടക്കം തൊട്ട് കാണുന്ന നിർബന്ധമില്ല. ചിലപ്പോൾ പകുതി മുതൽ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടെത്താം എന്ന് വിചാരിക്കുന്ന ചിലവരൊക്കെയുണ്ട്. അല്ലെങ്കിൽ ചിലവരൊക്കെ വിചാരിക്കും വിശുദ്ധ കുർബാന ആദ്യം തൊട്ട് കാണാം, ഏറ്റവും ബാക്കിൽ പോയി നിന്ന് കാണാം. ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടാവും, പക്ഷേ ഏറ്റവും ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത്, ദേവാലയത്തിൻ്റെ പുറത്ത് നിന്ന് അത് ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പം അതിൻ്റെ വിചാരം വരാൻ കാരണം മറ്റുള്ളവർ എന്നെ കാണുന്നുണ്ട് എന്നൊരു ഒരു ബോധ്യമാണ്. അല്ലെങ്കിൽ കർത്താവ് എന്നെ കാണുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ സ്റ്റാറ്റസ് കോ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വിശുദ്ധ കുർബാന സ്വീകരണം പോലും ഞാൻ നടത്തേണ്ടി വരും. ഒരുക്കമില്ലാതെ പാപാവസ്ഥയിൽ പോലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരണം നടത്തേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ മക്കളെ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കണം. കാരണം അല്ലെങ്കിൽ വികാരിച്ചൻ അല്ലെങ്കിൽ കൊച്ചന്മാർ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കും, എന്താണ് മോളെ കാറ്റീസിന് വിടാത്തെ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് എൻ്റെ ഉത്തരവാദിത്തത്തേക്കാൾ ഉപരി മറ്റുള്ളവരത് കാണുക എന്നൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് മാത്രം അവർ പങ്കെടുക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. ഇവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നു എന്ന് വിചാരിക്കുക. ഇതുപോലെയുള്ള ഒരു നോർമൽ ഫെയ്ത്ത്, സാധാരണ വിശ്വാസി, ഞാനും നിങ്ങളൊക്കെ അതിൽ പെടും. സാധാരണ വിശ്വാസി എന്ന രീതിയിൽ ഒരു ചലഞ്ച് വന്നു, ഒരു പ്രതിസന്ധി വന്നു എന്ന് വിചാരിക്കുക, ഒരു വെല്ലുവിളി വന്നു. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു ഘട്ടം എത്തിയെന്ന് വിചാരിക്കുക, എവിടെ സ്റ്റില്ലായി നിൽക്കുന്നൊരു സമയത്ത് എത്തിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവരെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, അത് ആ സമയത്തായിരിക്കും ചില കൂടാരങ്ങളിലേക്ക് ചേർക്കാനായിട്ട് ഇവർക്ക് പ്രേരണ ഉണ്ടാവുക. ചില സഭയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ കൂട്ടത്തിലേക്ക് പോകാനായിട്ട് അവർ താല്പര്യപ്പെടുക. ചില അന്ധവിശ്വാസങ്ങളിലേക്ക്, കൂടോത്രങ്ങളിലേക്കൊക്കെ ഇവർ മാറ്റപ്പെടാൻ സാധ്യതയുണ്ടാകുക. അതിലാണ് അവർ കൂടുതൽ സഹായം കണ്ടെത്താൻ സാധിക്കുക. അല്ലെങ്കിൽ ചില കർത്താവിനെ മാത്രം ഏറ്റുപറയുന്ന വിശുദ്ധരെ വണങ്ങാത്ത ചില സെക്റ്റുകളിലേക്ക് അവർ മാറിപ്പോകാനായിട്ട്, സഭയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറിപ്പോകാനായിട്ടുള്ളൊരു പ്രലോഭനം ഉണ്ടാകും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവർ പറയും, സഭ എനിക്കൊന്നും തന്നിട്ടില്ല, സഭ എന്നെ സഹായിച്ചിട്ടില്ല, സഭ എൻ്റെ മക്കളെ സഹായിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് സഭ കണ്ടിട്ടില്ല എന്ന് പഴിചാരിക്കൊണ്ട് പല സെക്റ്റുകളിലേക്കൊക്കെ അവർ വഴിമാറിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരുപാട് പേര് വിശ്വാസം ഉപേക്ഷിച്ച്, തിരുസഭയിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് അവർ മറ്റു സെക്റ്റുകളിലേക്ക് ചേക്കേറിപ്പോകും. അപ്പോൾ സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വ്യതിചലിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ പെട്ടെന്ന് വ്യതിചലിക്കാനായിട്ട് സാധ്യതയുള്ളവരാണെന്നതിന് അർത്ഥം പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് പല സെക്റ്റുകളിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തെയൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും പള്ളി വന്നവരാണ്, ഏറ്റവും മുമ്പിൽ നിന്നവരാണ്, അല്ലെങ്കിൽ പള്ളിയിലത്തെ എല്ലാ കാര്യങ്ങളും, ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നവരാണ്. പെട്ടെന്നാണ് അവർ ആ ഒരു സെക്റ്റിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിലേക്ക് പോയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ. അപ്പോൾ എന്താണ് ഇത്രയും ഗാഢമായിട്ട് പള്ളിയോടും ദേവാലയത്തോടും സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയാണ് പെട്ടെന്നൊരു വ്യതിചലനം വരുന്നത്? ചില ചെറിയ കാരണങ്ങൾക്ക് പോലും അവർ മറ്റു സെക്റ്റുകളിലേക്കൊക്കെ ചേക്കേറി നിന്നുകൊണ്ടാണ്. ഈ വിശ്വാസം വളരെ നോർമലായതുകൊണ്ടാണ്, സാധാരണ ഒരു വിശ്വാസമായതുകൊണ്ടാണ് അത് ഇളകാനായിട്ട് സാധ്യതയുണ്ട്. അത് ഈ മണൽപ്പുറത്ത് വീട് പണിതതിന് തുല്യമാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഒരു കാറ്റത്ത് ആടുകയും ഉലയുകയും വീഴുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സാധാരണ വിശ്വാസിയാണോ എന്ന് വിലയിരുത്തേണ്ടത് നല്ലതാണ്. കാരണം
കർത്താവ് നമ്മളെ ഒരു സാധാരണ വിശ്വാസിയാകാനല്ല വിളിച്ചിരിക്കുന്നത്. അബ്രാഹത്തെ പോലെ തന്നെ പൂർണ്ണമായും കർത്താവിന് വിശ്വസിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം അല്ലെങ്കിൽ മൂന്നാമത്തെ തരത്തിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ആഴത്തിലുള്ള വിശ്വാസമാണ്. എ ഡീപ്പ് ഫെയ്ത്ത്, ആഴത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ആഴമേറിയ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വിശുദ്ധ ബലിയിൽ അർപ്പിക്കുന്നത്, ഞാൻ വിശുദ്ധ ബലിയെ നിരന്തരം കാണണം, വിശുദ്ധ ബലിയെ സ്നേഹിക്കണം. വിശുദ്ധ ബലിയിലൂടെയാണ് കർത്താവ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്. കർത്താവ് എനിക്ക് ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്പത്താണ് വിശുദ്ധ കുർബാന എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. വിശുദ്ധ കുമ്പസാരത്തിലൂടെ എനിക്ക് പോകണം. കാരണം അശുദ്ധി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൃപാവരങ്ങൾ നിറയാൻ സാധ്യതയില്ല. എൻ്റെ അശുദ്ധി മൂലം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ വിശുദ്ധിയിൽ നിന്ന് അകറ്റാനായിട്ട് സാധ്യത. അതുകൊണ്ട് ഞാൻ വിശുദ്ധ കുമ്പസാരത്തിലൂടെ കടന്നു പോകണം. അത് പാപം ചെയ്യുന്നത് എപ്പോഴാണോ ആ 2 ആഴ്ച കൂടുമെങ്കിലും ഞാൻ കുമ്പസാരിക്കാനായിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ വിശ്വസ്തത പുലർത്തണം. കാരണം കർത്താവ് എനിക്ക് ചേർന്ന ഇണയെ നൽകിയതാണ് എൻ്റെ ജീവിത പങ്കാളി. അവനോട് ഞാൻ വിശ്വസ്തത പുലർത്തണം. അവളുടെ സങ്കടങ്ങളിൽ ഞാൻ ചേർന്നിരിക്കണം. അവളോടൊപ്പം കരയാനും അവളോടൊപ്പം സന്തോഷിക്കാനും ഏക ശരീരമായി ഏക മനസ്സായിട്ട് ജീവിക്കാനുമാണ് തിരുസഭ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തണം. എന്നാൽ എൻ്റെ മക്കളെ ഞാൻ വിശ്വാസത്തിൽ വളർത്തണം. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സഭ എന്നെ പഠിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. വിശ്വാസ കൈമാറ്റ പ്രക്രിയയിൽ ഓരോ കത്തോലിക്കനും അതിൽ അംഗങ്ങളാണെന്നുള്ളത്. അപ്പോൾ വിശ്വാസ കൈമാറ്റ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കുന്നത്. ഇവൻ്റെ ജീവിതത്തിൽ, ഈ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കോട്ടങ്ങളുണ്ടായിക്കോട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു വന്നോട്ടെ, അവൻ വ്യതിചലിക്കാതെ പാറപ്പുറത്ത് വീട് പണിത ഒരു ഭവനം പോലെ തന്നെ അവൻ ഉറച്ചു നിൽക്കും. അബ്രാഹത്തിൻ്റെയൊക്കെ ഈ ആഴമേറിയ വിശ്വാസത്തിലുള്ളൊരു മനുഷ്യനായിട്ട് കാണാം. മോശയെ ആഴമേറിയ വിശ്വാസമുള്ളൊരു മനുഷ്യൻ. നമ്മൾ വണങ്ങുന്ന വിശുദ്ധർ, നമ്മൾ എത്രയോ തിരുനാളുകൾ ആഘോഷിക്കുന്നു. ഇങ്ങനെയുള്ള വിശുദ്ധരെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇതുപോലെ ആഴമേറിയ വിശ്വാസത്തിലൂടെ ജീവിച്ചവരെ ആയതുകൊണ്ടാണ് നമ്മൾ അവരെല്ലാം ഇപ്പോഴും വിശുദ്ധരെന്ന് വിളിക്കുന്നതും അവരിപ്പോഴും ഓർക്കുന്നതും. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയിലും ഒറ്റ കാര്യം മാത്രമാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക: കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എനിക്ക് ചുറ്റും എന്തുണ്ടായിക്കോട്ടെ, ഭൂകമ്പമുണ്ടായിക്കോട്ടെ, വെല്ലുവിളികളുണ്ടായിക്കോട്ടെ, ഒരുപക്ഷെ എൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടായിക്കോട്ടെ, പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ കർത്താവിനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴവരെയാണ് ആഴമേറിയ വിശ്വാസികൾ എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മളൊന്ന് വിലയിരുത്തുന്നത്, ഞാൻ ഏത് വിശ്വാസത്തിൻ്റെ കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുന്നത്? ഞാനൊരു ക്യാപ്പച്ചീനോ, ഒരു ചായക്കട വിശ്വാസിയാണോ, അല്ലെങ്കിൽ ഞാൻ സാധാരണ വിശ്വാസിയാണോ, അല്ലെങ്കിൽ ഞാനൊരു ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തിയാണോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ വചനഭാഗം, ഈ വചന സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം നമ്മളൊന്ന് കുറച്ച് നേരം, അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ജപമാല കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പനേരം ഈശോയുടെ അടുത്തിരുന്ന് ധ്യാനിക്കുന്നത്, വിചിന്തനം ചെയ്യുന്നത്, ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഏത് തരത്തിലുള്ള വിശ്വാസിയാണ്? നമുക്ക് പ്രത്യേകിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം, ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊന്ന് പരീക്ഷിച്ചറിയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എപ്രകാരമാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ചായക്കട വിശ്വാസിയാണോ? ഞാനൊരു സാധാരണ വിശ്വാസിയാണോ? എങ്കിൽ കർത്താവ് എന്നെ ആഴമേറിയ വിശ്വാസത്തിലേക്ക് വളർത്തണേ. സുവിശേഷത്തിൽ കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയും, രക്തസ്രാവക്കാരി സ്ത്രീ ആയിക്കോട്ടെ, ജയറോസ് ആയിക്കോട്ടെ, ആരായിക്കൊള്ളട്ടെ, ആഴമേറിയ നിന്നെ വിശ്വസിച്ചതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലൊക്കെ നിനക്ക് ഇടപെടാനായിട്ട് എളുപ്പമായത്. അതുകൊണ്ട് ആഴമേറിയിട്ട് നിന്നെ വിശ്വസിക്കാൻ, ആഴമുള്ള ഒരു വിശ്വാസത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസ സത്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ തള്ളി പറഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ, അവരെല്ലാം ആഴമേറിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കൃപയാകണമേ. പരിശുദ്ധ അമ്മയാണ് വിശ്വാസത്തിൻ്റെ അമ്മ, വിശ്വാസത്തിൻ്റെ മാതൃക. കർത്താവ് നിൻ്റെ ഉദരത്തിൽ വരുന്ന പരിശുദ്ധാത്മാവ് വഴി നീ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് വിശ്വസിച്ചവളാണ് നീ. പരിശുദ്ധ അമ്മയെ, നീ ഞങ്ങളെ വിശ്വാസത്തിലേക്ക്, ആഴമേറിയ വിശ്വാസത്തിലേക്ക് വളർത്തണേ. പക്ഷേ ഔസപിതാവെ, എന്തും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആ തിരുകുടുംബത്തെ പോറ്റിയവനാണ്, വളർത്തിയവനാണ് നീ. നിന്നെപ്പോലെ തന്നെ ആഴമേറിയ വിശ്വാസത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങൾക്ക് ഈ വചനം നന്മയ്ക്കും ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്കും കാരണമാകട്ടെ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.